കൊല്ലം ജില്ല രൂപീകൃതമായി 75 വർഷമായ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. റിപ്പോർട്ടോടെ മോർണിംഗ് റൗണ്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മേഖലയിലും മികവിന്റെ അടയാളപ്പെടുത്തലുകൾ കൊല്ലം ജില്ല നടത്തിയിട്ടുണ്ട്. മതസൗഹാർദ്ദത്തിന് മാതൃകയും പുലർത്തി. പ്രകൃതി വിഭവ സമ്പന്നതയും എടുത്തു പറയേണ്ട പ്രത്യേകത. കരിമണലിന്റെ നാടാണിത്. അപൂർവ സസ്യ ജീവജാല സമൃദ്ധിയും ഇവിടെയുണ്ടെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. റെയിൽവേയുടെ തുടക്കവും ഇന്നാട്ടിന് അവകാശപ്പെടാം. വിദേശ ഭാഷ പ്രാവീണ്യത്തിന്റെ പോയകാല ചരിത്രവും കൊല്ലത്തിൻ്റെതാണ്. പ്രാദേശികമായ ഓർമ്മകളെ വീണ്ടെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണം. ഒരു ചരിത്ര മ്യൂസിയം തന്നെ സ്ഥാപിക്കപ്പെടണം. തൊഴിലിടങ്ങളിലേക്കുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യവും ജില്ലയ്ക്ക് അവകാശപ്പെടാമെന്ന് മന്ത്രി പറഞ്ഞു. സ്പോർട്സിന്റെ കാര്യത്തിന്റെ അനുഭവം എടുത്താലും കൊല്ലത്തിന് എത്രയോ ദേശീയ സാർവദേശീയ താരങ്ങളെ പറ്റി പറയാനുണ്ട്. അത് നമുക്ക് എടുത്തു പറയാവുന്ന നിരവധി ആളുകൾ. ഏത് മേഖല എടുത്താലും പറയാവുന്ന ധാരാളം കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ്. എന്തുകൊണ്ട് കൊല്ലത്തിന് ഇങ്ങനൊരു പ്രത്യേകത വന്നു? ഇവിടെ പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകൾ, മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവങ്ങൾ, കലാരംഗത്തെ വ്യത്യസ്തമായ കാര്യങ്ങൾ എല്ലാം എന്തുകൊണ്ട് കൊല്ലത്ത് അങ്ങനെ വന്നു എന്നുള്ളത് കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൊണ്ട് തന്നെ ആയിരിക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികൾ, സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കേരളം. ആ കേരളത്തിൽ 100 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടു പോയി പണിയെടുക്കാനായിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിരുന്നു കൊല്ലം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കശുവണ്ടി തൊഴിലാളികൾ 100 വർഷം കൊണ്ട് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന് അത് കൊല്ലമാണ് അതിന്റെ കേന്ദ്രം. പുതുകാലത്തിന്റെ ആവശ്യകതയായ ജില്ലാ കോടതി സമുച്ചയം 100 കോടിയോളം രൂപ ചെലവിൽ വരുന്നു. തുറമുഖത്ത് വിദേശ യാനങ്ങളും എത്തും. ശ്രീനാരായണ സർവകലാശാലയ്ക്കും പുതിയ മന്ദിരം വരുന്നു. പഴമയെ പുതിയ കാലവുമായി ചേർത്തുള്ള പുരോഗതിയുടെ നാളുകളാണ് വരാനിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എം മുകേഷ് എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ, ജില്ലാ കളക്ടർ ദേവിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പ്, ജില്ലാ ശിശുക്ഷേമ സമിതി, SN വനിതാ കോളേജ് എന്നിവിടങ്ങളിലെ പ്രതിഭകൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കൊല്ലത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച ലഘു ഡോക്യുമെന്ററി മന്ത്രി പ്രകാശനം ചെയ്തു. കൈരളി ന്യൂസ്, കൊല്ലം.